നമസ്തേ. ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. UPSCയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും റിസൾട്ട് വന്ന വിവരം അല്ലേ. ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ മാസം അവസാനം തീരുമ്പോൾ മുതൽ നമ്മൾ കാത്തിരിക്കുകയാണ്, ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറും കുട്ടികളും ഒരുപോലെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ക്ലാസ് കാത്തിരിക്കും. അപ്പോൾ എന്തായിരിക്കും റിസൾട്ട് പലർക്കും ഉറക്കമില്ല. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചും പറഞ്ഞുമൊക്കെ കാത്തിരുന്നു. ഇത്തവണ 8 പേരാണ് നമ്മുടെ അടുത്തുനിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നത്. നിർഭാഗ്യവശാൽ പലർക്കും കിട്ടാതെ പോയി. നിർഭാഗ്യവശാൽ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ച പലർക്കും കിട്ടിയില്ല. പക്ഷേ അതിനിടയ്ക്കും ആ ദുഃഖത്തിൻ്റെയൊക്കെ ഇടയ്ക്കും ആ വിഷമം എന്ന് പറഞ്ഞാൽ അവരുടെ വിഷമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ തീരുന്നതല്ല. അത്രയ്ക്ക് പ്രയാസമുള്ള പലരും ആ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനിടയ്ക്കും നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. 3 പേര് ഇത്തവണ കയറിയിട്ടുണ്ട്. അതിലൊരാൾ അതിഥി, 451ാമത്തെ റാങ്കാണ് അതിഥി കൃഷ്ണദേവ് കേട്ടോ. ജഹാന സെറിൻ 2ാമത്തെ ആൾ, 511ആണ് ജഹാനയുടെ റാങ്ക്. പിന്നെ അരുണിമയുടെ റാങ്ക് 558ആണ് അരുണിമയുടെ റാങ്ക്. അപ്പോൾ അത് നമുക്ക് സന്തോഷിക്കാനുള്ളൊരു വക തന്നെയാണ് അല്ലേ. 3 പേര് കയറി എന്നുള്ളത്. 8 പേര് ഇൻ്റർവ്യൂവിന് പോയാൽ 3 പേര് കയറിയിട്ടുണ്ട്. ഇതിൽ അതിഥിയുടെ കാര്യമാണ് കുറച്ചധികം സന്തോഷത്തിന് വക നൽകിയൊരു കാര്യമെന്ന് ഞാൻ പറയട്ടെ. അതെന്താണെന്ന് വെച്ചാൽ അതിഥി ഫോർച്യൂൺ സ്റ്റുഡൻ്റാണ്. ഫോർച്യൂണിലെ 11ാമത്തെ ബാച്ചിലാണ് അതിഥി ജോയിൻ ചെയ്തത്. അപ്പോൾ ഫോർച്യൂണിലെ പഠിക്കുന്നവർക്കും അറിയാവുന്നവർക്കും ഒക്കെ അറിയാം. 11ാമത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ 11-12 ലാസ്റ്റ് ബാച്ചിന് തൊട്ട് മുമ്പുള്ള ബാച്ച്. ആ 2 ബാച്ച് ഒരുമിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ തുടങ്ങുമ്പോൾ നന്നായിട്ട് താമസിക്കും കേട്ടോ അവർക്ക്. ഒരിക്കലും നമുക്ക്, അതായത് ഫസ്റ്റ് ബാച്ച് അവസാനിക്കുന്ന സമയത്താണ് ഈ 3rd ബാച്ച് എൻ്റെ ക്ലാസ് തുടങ്ങുന്നത്, ഫസ്റ്റ് ബാച്ച് തീർന്നതിന് ശേഷം. അപ്പോൾ 4 ഉച്ചയ്ക്ക് ഫസ്റ്റ് ബാച്ച് തീർന്ന് പോകുമ്പോൾ 3rd ബാച്ചിന് തുടങ്ങുന്നതേ ഉള്ളൂ, ഈ അതിഥിയുടെയൊക്കെ ബാച്ചിന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രിലിംസിന് മുമ്പ് ഒരിക്കലും നമുക്ക് ആ ബാച്ച് പോർഷൻ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിഥിക്കും കവർ ചെയ്തില്ല. പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷമാണ് അതിഥിയുടെ പോർഷൻസ് കവർ ചെയ്യാൻ നമുക്ക് പറ്റിയത്. അപ്പോൾ അതിഥിയുടെ ബാച്ചിലുള്ള പലരെയും കാണാതെ പോയി അപ്പോഴത്തേക്കും. പിന്നെ ആരും വന്നില്ല. പൊതുവേ അങ്ങനെയാണല്ലോ, ഒക്കെ തുടങ്ങുമ്പോൾ കുറേ പേര് കാണും, പിന്നെ തൊഴിഞ്ഞ് അങ്ങനെ പോവും. അങ്ങനെ അതിഥിയുടെ ബാച്ചിൽ നിന്ന് ബാക്കി എല്ലാവരും പോയി. അതിഥി ഞാനും മാത്രമായിട്ട് അവശേഷിച്ചു. പിന്നെ അതിഥി കഠിനാധ്വാനത്തിൻ്റെ അങ്ങേയറ്റമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരാൾ ഫസ്റ്റ് ടൈം പരീക്ഷ അറ്റൻഡ് ചെയ്യുക, അത് ഓപ്ഷൻ ഉൾപ്പെടെ അതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു വിഷയം പഠിച്ച് പരീക്ഷ കയറുക എന്നൊക്കെ പറയുന്നത് ഒരു അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ അഭിമാനമുണ്ട്. അതിഥിയുടെ കൂടെ ഒരാളും കൂടെ എഴുതിയിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ബാച്ചിലാണ് അഭിജിത്തിന് കയറാൻ പറ്റിയില്ല, അടുത്ത തവണ കയറും. അപ്പോൾ അതിഥി ഞാനും കൂടെ അതിഥി തന്നെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തവണ കയറിയിരിക്കുന്നത്. അതിൽ എനിക്ക് നന്നായിട്ട് സന്തോഷമുണ്ട്, നല്ല അഭിമാനമുണ്ട് മോളെ വിചാരിച്ചിട്ട്. പിന്നെ ജഹാനിയും അരുണിമയും അവർ 2 വർഷം കൊണ്ട് മെയിൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സങ്കടത്തിലായിരുന്നു, കിട്ടില്ല എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും കയറി, ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും കയറി നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു കേട്ടോ 2 പേരും. അരുണിമ വളരെ കൂളായ ആളാണ്. ജഹാനി ജഹവന് കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ആളാണ്. എന്നാലും 2 പേരും കയറി. വളരെ സന്തോഷം, അഭിമാനവും തോന്നുന്നു. കുട്ടികൾ പഠിക്കുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം. പരീക്ഷ പഠിക്കുമ്പോഴെന്നല്ല, കുട്ടികൾ പരീക്ഷ പാസ്സാകുമ്പോൾ ഒരു സന്തോഷവും, കിട്ടാത്തവരെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു വിമ്മിട്ടവും തോന്നും. എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. അടുത്ത തവണ കുറച്ചുകൂടെ നല്ല റാങ്ക് വാങ്ങിച്ച് അവരും കയറുമെന്ന് വിചാരിക്കാം. അപ്പോൾ കയറിയവർക്ക് അഭിനന്ദനങ്ങൾ. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ നമുക്ക് പറയാമല്ലേ അവരോട്. അപ്പോൾ നന്ദി. നിങ്ങളും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത തവണ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ നമുക്ക്.